ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേയില്ല. ഈ പരസ്യം കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ചർമ്മ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കെല്ലാവർക്കും. ചർമ്മത്തിൻ്റെ സംരക്ഷണം, സ്കിൻ ഡിസീസസിന് മൈൻഡുമായി ബന്ധമുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും മനസ്സിന് ചർമ്മ സംരക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാധാന്യമുണ്ട്. മാനസികമായ പ്രശ്നങ്ങളുണ്ട്, സ്കിൻ ഡിസീസസ് ഉണ്ടാവാറുണ്ട്. ചർമ്മ സംരക്ഷണത്തിനെ പറ്റിയാവട്ടെ നമ്മുടെ ഈ വീഡിയോ. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചർമ്മത്തിന് അല്ലെങ്കിൽ എന്താണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ? സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ സൈക്കിക്കായിട്ടുള്ള മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ട്, മനസ്സിലുണ്ടാകുന്ന ആങ്സൈറ്റി, സ്ട്രെസ്സ് തുടങ്ങിയ പ്രശ്നങ്ങളുകൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. പല സ്കിൻ ഡിസീസസും സൈക്കോസൊമാറ്റിക് പ്രോബ്ലങ്ങളാണ്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം, പല രോഗങ്ങൾക്കും സ്കിൻ ഡിസീസ് ചികിത്സിച്ച് കഴിയുമ്പോൾ ശരിയായ രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ പോലും ശരിയായ പഥ്യം നോക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റ് രോഗങ്ങളായി മാറാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ആവാം, ശ്വാസം മുട്ടലാവാം, ആസ്മയാവാം, അതുപോലെ തന്നെ ഡയബറ്റിസ് ആവാം, സ്ട്രെസ്സ് മൂലമുള്ള പല പ്രോബ്ലംസ് ആവാം, അങ്ങനെ പലതരത്തിൽ കിഡ്നി ഡിസോർഡേഴ്സ് ആവാം, അങ്ങനെ പലതരത്തിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ മനസ്സിനെയും മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ ശരീരത്തെയും വളരെയധികം ബാധിക്കുന്നു. അത് ആയുർവേദത്തിൽ തപ്താജ്യ ഘടന്യായം ഉപയോഗിച്ചാണ് പറയുന്നത്. അതായത് ഒരു നെയ്യ് ഇരിക്കുന്ന കുടം ചൂടാക്കിയാൽ നെയ്യ് ചൂടാവുന്നു. ചൂടുള്ള നെയ്യ് കുടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുടം ചൂടാവുന്നു. അത് നമ്മളുടെ അതുപോലെ തന്നെയാണ് ശരീരത്തിലെയും മനസ്സിന് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ശരീര രോഗങ്ങളായി ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് സ്കിൻ ഡിസീസസ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഥ്യം, ശരിയായ ഭക്ഷണ രീതി, അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇവയൊക്കെ മാനേജ് ചെയ്യാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് പലതരത്തിൽപ്പെട്ട സ്കിൻ ഡിസീസസും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ചെറിയ രോഗങ്ങൾ മുതൽ വലിയ രോഗങ്ങൾ വരെ. അത് ചില അലർജീസ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട്, ഇപ്പം ഞങ്ങളുടെ വാതരക്തത്തിലൊക്കെ തന്നെ ആയുർവേദത്തിൽ വാതരക്തത്തിൽ ത്വഗ് മാംസാശ്രയം, ത്വക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആയുർവേദപരമായി ചിന്തിക്കുമ്പോൾ സ്കിന്നിന് 7 ലെയേഴ്സ് ഉള്ളതായി പറയപ്പെടുന്നു. അത് അവഭാസിനി, ലോഹിത, ശ്വേത, താമ്ര തുടങ്ങിയവയാണ്. ഇവയ്ക്ക് ഓരോന്നിലും ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ്. അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഇതിന് കാരണമായി വരുന്നത്? എന്തൊക്കെയാണ് സ്കിൻ ഡിസീസസിനെ ഉണ്ടാക്കുന്നത്? നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ വിരുദ്ധാഹാരം, ഇപ്പോൾ നമ്മൾ വിരുദ്ധമായ ഭക്ഷണങ്ങൾ, വീര്യങ്ങൾ കൊണ്ട് വിരുദ്ധമായിട്ടുള്ള, ഇപ്പോൾ തൈര്, മീൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായി കഴിക്കുക. അതുപോലെ തന്നെ കൃമി മൂലം ഉണ്ടാവാം, നമ്മളുടെ ശരീരത്തിൽ കൃമി ഉള്ളത് കൊണ്ടുണ്ടാവാം. അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. മറ്റൊന്നാണ് നമ്മളുടെ ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്യുകയോ ഭയം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുക, തണുപ്പും ചൂടുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും സൺലൈറ്റിൽ അതിൽ കൂടുതലായി ഇടപെടുക എന്നൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക്, ലിവർ ഫങ്ഷൻസിൽ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ സ്കിന്നിൽ ചേഞ്ചസ് കാണാറുണ്ട്. ഇത് കൂടാതെ ചിക്കൻ ബോക്സോ ഹെർപ്പിസോ പോലെയുള്ള ആളുകൾക്കും സ്കിന്നിൽ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല താരൻ, ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ നമുക്ക് പല രീതിയിലും കാണാറുണ്ട്. ചെറിയ കരപ്പൻ മുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇതൊക്കെ സ്കിന്നിനെ ബാധിക്കുന്നതാണ്. അതൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. ചെറിയ ഡിസ്കളറേഷൻ മുതൽ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു കാരണമാണ് എന്താണ് ആയുർവേദത്തിൽ പറയും പാപ്മഭി കർമ്മഭി സദ്യ. അതായത്
നമ്മൾ ഇപ്പോഴോ മുൻപോ ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങൾ എന്ന് പറയും. എന്താണ് പാപകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രെസ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുമാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സ്ട്രെസ്, നമ്മളുടെ ഗിൽറ്റി ഫീലിംഗ്, അത് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുകയും അത് സ്കിൻ ഡിസീസായി പരിണമിക്കുകയും ചെയ്യാറുണ്ട്. അത് ജനറ്റിക്കായിട്ടുള്ള രീതിയിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് നമുക്ക് എന്തുകൊണ്ട് ഇത് സ്കിന്നിലേക്ക് തന്നെ ബാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം മനോവഹ സ്രോതസ്. മനസ്സ് എന്ന് പറയുന്നത് രസവഹ സ്രോതസ്, അതായത് നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനത്തിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് നമുക്കിത് ത്വക്കിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നു. രക്തദുഷ്ടി എന്ന് പറയുന്നതും ഇതിൻ്റെ കാരണമാണ്. എല്ലാ ത്രിദോഷങ്ങളും, വാതം പിത്തം കഫം 3 ദോഷങ്ങളും സ്കിൻ ഡിസീസിൽ സാധാരണ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഇതിനെ എണ്ണുമ്പോൾ പലതരത്തിൽ നമുക്ക് എണ്ണങ്ങൾ പലതരത്തിൽ സ്കിൻ ഡിസീസിനെ പലതരത്തിൽ എണ്ണാമെങ്കിലും അസംഖ്യേയങ്ങളാണ് യഥാർത്ഥത്തിൽ. ഓരോ ആളുകൾക്കും ഓരോ തരത്തിൽപ്പെട്ട സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നതുകൊണ്ട് അസംഖ്യേയങ്ങളാണ്. ഇത് നമുക്ക് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടും ഇങ്ങനത്തെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളിതിനെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് ചിന്തിച്ചാൽ ഇതിൽ സ്നേഹപാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നെയ്യ്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യുകൾ കഴിക്കാറുണ്ട്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യുകളിൽ ഇപ്പോൾ തിക്തഘൃതം അല്ലെങ്കിൽ കല്യാണഘൃതമൊക്കെ നമ്മൾ വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗിക്കുന്നത് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ ഡിസീസസിനും ഇത് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള നെയ്യുകൾ സേവിക്കുന്നത് നല്ലതാണ് വൈദ്യനിർദ്ദേശാനുസരണം. അതുപോലെ കഷായങ്ങൾ, ഇത് ശോധന ചികിത്സ എന്ന് പറയുന്നത് നമ്മളുടെ ദോഷങ്ങളെ ശരീരത്തിൽ നിന്ന് ഇളക്കി കളയുന്ന ചികിത്സകളൊക്കെ ഉപയോഗപ്രദമാകും. വൈദ്യനിർദ്ദേശാനുസരണം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് മാറ്റം വരാറുണ്ട്. മാത്രമല്ല ഇതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ രോഗത്തിനെ ശമിപ്പിക്കാൻ വേണ്ട ചികിത്സകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിശോത്തമാദി കഷായമൊക്കെ പറയുന്നുണ്ട്. ഈ കഷായങ്ങൾ പടോലകഡോണ്യാദി കഷായമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ ഒരു പ്രത്യേകിച്ച് കാര്യം പറയുന്നത് യഥോത്തരം ധർമ്മ വിമോചനത്തി, ധർമാചരണം എപ്രകാരമാണോ സ്കിൻ ഡിസീസിനെ മാറ്റുന്നത് അപ്രകാരം തന്നെ കഷായങ്ങൾ മാറ്റുന്നു. അതായത് നമ്മളുടെ ലൈഫ് സ്റ്റൈല് കൃത്യമാക്കി കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡ് സ്ട്രെസ്ലെസ് ആയാൽ ഈ രോഗങ്ങൾക്ക്, സ്കിൻ ഡിസീസിന് ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും. മറ്റൊന്നാണ് ഇതിൻ്റെ മാണിഭദ്രകുളം എന്ന് പറയുന്ന ഒരു ലേഖ്യം പറയുന്നുണ്ട്. അതിൽ എന്താ സംബന്ധിച്ചാൽ മാണിഭദ്രൻ എന്ന് പറയുന്ന യക്ഷന് സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നതായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിന് യക്ഷോർ മുമുക്ഷോ, മോക്ഷം ആഗ്രഹിക്കുന്ന ആളായിട്ട് ആയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് മാറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ചില സന്യാസിമാരും പാസ്റ്റർമാരും അല്ലെങ്കിൽ അച്ഛന്മാരും അല്ലെങ്കിൽ മൊയിലിയന്മാരും ഒക്കെ പ്രാർത്ഥന കൊണ്ട് സോറിയാസിസ് മാറുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ട് ഇത് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ തന്നെ പറയും ശിവസുത താരാഭാസ്കരാരാധനാനി, ശിവൻ ശിവസുതൻ ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ, താരാദേവി, ഭാസ്കരൻ, സൂര്യൻ, അങ്ങനെയുള്ള പല ദേവതകളെയും ആരാധിക്കുന്നതുകൊണ്ട് സ്കിൻ ഡിസീസിന് മാറ്റം ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നാഗകോപം കൊണ്ടുണ്ടാവുന്നു, അങ്ങനെ പലതരത്തിൽപ്പെട്ട ഇതുണ്ട്. അത് നമുക്ക് മഞ്ഞൾ എന്ന് പറയുന്നത് എപ്പോഴും അലർജിയെ മാറ്റുന്നതാണ്. അതുകൊണ്ട് മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് എപ്പോഴും കഴിക്കുന്നത് വിഷഹരമായിട്ടും അലർജിക്കായിട്ടുള്ള തരത്തിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എപ്പോഴും നല്ലതാണ്. മറ്റൊന്നാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ഈ സ്കിൻ ഡിസീസ് ഉള്ള ആളുകൾക്ക് ത്രിഫലപ്പൊടി കൊണ്ടുള്ള കഷായം കൊണ്ട് അല്ലെങ്കിൽ ത്രിഫലപ്പൊടി ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഏലാതി ചൂർണം ഇട്ടിട്ടുള്ള മുഖം കഴുകുന്നതൊക്കെ മുഖക്കുരു മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മഹാദിക്ത ലേപമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വൈദ്യനിർദ്ദേശാനുസരണം ഇതൊക്കെ ചെയ്യാവുള്ളൂ. പിന്നെ നാൽപ്പാമരാതി നമ്മൾ സ്കിൻ ഡിസീസ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ശമിച്ചു കഴിഞ്ഞാൽ ലേപനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ എണ്ണകൾ, നാൽപ്പാമരാതി കേരം, ഏലാതി കേരം ഒക്കെ നമ്മൾ വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗിക്കുന്നതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ്. ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മറ്റൊന്നാണ് നമ്മൾ
നമ്മളുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് യോജിക്കാൻ പാകത്തിന് ശരീരം പാകപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിൻ ഡിസീസിന് കുറവുണ്ടാവും. അതുപോലെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ മുഖത്തിന് കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നാൽപ്പാരാതി വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ കുങ്കുമാതി തൈലം കൊണ്ടുള്ള നസ്യം ചെയ്യുന്നതും അതുപോലെ മുഖത്ത് പരട്ടുന്നതും ഒക്കെ ഇതിന് വളരെയധികം മെച്ചമുട്ടതാണ്. മറ്റൊന്ന് താരന് വേണ്ടിയിട്ട് അയ്യപ്പാല കേരം അല്ലെങ്കിൽ സോറിയാസിലൊക്കെ ഇതൊക്കെ പ്രയോജനപ്പെടുത്താറുണ്ട്. പിന്നെ അത് ഉള്ളത് നമ്മൾ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വൈറ്റമിൻസും മിനറൽസും ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതുപോലെ ഇപ്പോൾ തക്കാളി, ക്യാരറ്റ്, ഇലക്കറികൾ ഒക്കെ കഴിക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട് ഒരു മിതമായ അളവിൽ കഴിക്കുന്നത് സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നല്ലതായിരിക്കും. മറ്റൊന്ന് നമ്മൾ പല ഇതിലും ഡാർക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചിട്ട് ജങ്ക് ഫുഡ് അധികമായി കഴിച്ചു കഴിഞ്ഞാൽ ഇത് സ്കിൻ ഡിസീസിനെ ഉണ്ടാക്കും. തൈര് ഒക്കെ, എള്ള്, ശർക്കര, പാല് ഇതൊക്കെ അമിതമായി കഴിച്ചാൽ സ്കിൻ ഡിസീസിനെ ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളുടെ മൈൻഡിനെയും മനസ്സിനെയും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനെയും ഒരുപോലെ സംരക്ഷിക്കണം. അതുപോലെ ഭക്ഷണം കൃത്യമായി ക്രമീകരിക്കണം എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.